നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിലെത്തി. റിയോ ഡി ജനീറോ വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. സ്പാനിഷ് പ്രസിഡന്റ് പെട്രാ സാഞ്ചസുമായി മോദി കൂടിക്കാഴ്ച നടത്തി. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുമായും കൂടിക്കാഴ്ച നടന്നു. നീതിയുക്തമായ ലോകവും സുസ്ഥിര ഭൂമിയും എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. 3 പ്ലീനറി സെഷനുകളാണ് ഉച്ചകോടിയിലുള്ളത്. വിവിധ രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ശ്രീലങ്കയിൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റു. 21 അംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റത്. ഡോക്ടർ ഹരിണി അമരസൂര്യ പ്രധാനമന്ത്രിയായി തുടരും. സെപ്റ്റംബർ 24 മുതൽ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയാണ് അമരസൂര്യ. വിദേശകാര്യമന്ത്രിയായി മുതിർന്ന നേതാവ് വിജിത ഹെറാത്തിനെ വീണ്ടും നിയമിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അനുരാ ദിസനായികയുടെ നാഷണൽ പീപ്പിൾസ് പവർ ഭൂരിപക്ഷം നേടിയതിന് പിന്നാലെയാണ് പുതിയ മന്ത്രിസഭ പ്രഖ്യാപിച്ചത്. 225 അംഗ പാർലമെന്റിൽ 159 സീറ്റ് നേടിയാണ് ദിസനായികയുടെ നാഷണൽ പീപ്പിൾസ് പവർ ഭൂരിപക്ഷം നേടിയത്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് പുതിയ വേദി കണ്ടെത്താൻ നിർദ്ദേശിച്ച് ഷാർജ ഭരണാധികാരി. 18 ലക്ഷത്തിലധികം പേരാണ് ഇത്തവണ മേളയ്ക്കെത്തിയത്. 600-ലധികം പുസ്തകങ്ങൾ ഇത്തവണ പ്രകാശനം ചെയ്തു. പുസ്തകമേളയിൽ എത്തുന്ന ആളുകളുടെ പങ്കാളിത്തം ഓരോ വർഷവും വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ വേദി കണ്ടെത്താൻ ഷാർജ ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ നിർദ്ദേശം. എമിറേറ്റ്സ് റോഡിൽ ഷാർജ പള്ളിക്ക് എതിർവശത്തായി പുസ്തകോത്സവത്തിന് സ്ഥിരം വേദി കണ്ടെത്തണമെന്നാണ് ഭരണാധികാരി നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 18 ലക്ഷത്തിലധികം ആളുകളാണ് ഇത്തവണ ഷാർജ പുസ്തകമേള സന്ദർശിക്കാനെത്തിയത്. സന്ദർശകരിൽ കൂടുതൽ ആളുകളും ഇന്ത്യക്കാരാണ്. സിറിയ, ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെയും വലിയ പങ്കാളിത്തമാണ് ഇത്തവണ ഉണ്ടായത്. സന്ദർശകരിൽ 53% പുരുഷന്മാരും 46% വനിതകളുമായിരുന്നു. 600-ലധികം പുസ്തകങ്ങളാണ് ഇത്തവണ മേളയിൽ പുറത്തിറക്കിയതെന്ന് ബുക്ക് അതോറിറ്റി വ്യക്തമാക്കി. ഇതിൽ മലയാളി എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ് ഭൂരിഭാഗവും എന്നതാണ് പ്രത്യേകത. പുസ്തകമേളയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നടന്നത്. 112 രാജ്യങ്ങളിലെ 2520 പ്രസാധകരാണ് ഇത്തവണ പുസ്തകമേളയിൽ പങ്കെടുക്കാനെത്തിയത്. മേളയിലെ വിവിധ ഹാളുകളിലായി 1357 സാംസ്കാരിക പരിപാടികളും ഇത്തവണ അരങ്ങേറി. കാവ്യസന്ധി ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന പരിപാടികളും ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയായിരുന്നു. ഇന്ത്യൻ സംഗീത ഇതിഹാസം ഇളയരാജ, തമിഴ് മലയാള എഴുത്തുകാരൻ ബി ജയമോഹൻ, ചേതൻ ഭഗത്, അഖിൽ പി ധർമ്മജൻ, ബോളിവുഡ് നടി ഹുമ ഖുറേഷി തുടങ്ങിയ പ്രമുഖരും ഇത്തവണ മേളയ്ക്കെത്തിയിരുന്നു. 24 ദുബായ്. മലയാള മിഷൻ ദുബായ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയോട് അനുബന്ധിച്ച് നടന്ന പരിപാടി കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മലയാള മിഷൻ വിദ്യാർത്ഥികൾ കവിതകൾ ആലപിച്ചു. മലയാള മിഷൻ അബുദാബി ചാപ്റ്റർ ചെയർമാൻ ബീരാൻകുട്ടി, ഷാർജ ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീകുമാരി, റാസൽ ഖൈമ ചാപ്റ്റർ കൺവീനർ അഖില, ഹുജേറ ചാപ്റ്റർ പ്രസിഡന്റ് വിൽസൺ, അജ്മാൻ ചാപ്റ്ററിൽ നിന്നും നിഷാദ് എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം നടന്നു. മലയാള മിഷൻ ദുബായ് സഹയാത്രികരായ മുരളി മംഗലത്ത്, KM അബ്ബാസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ദോഹ വേവ്സ് ഡോം ഖത്തറിന്റെയും വേൾഡ് മലയാളി ഫെഡറേഷന്റെയും സഹകരണത്തോടെ ദോഹയിൽ റഫീഖെ യാദീൻ സംഗീത സന്ധ്യ സംഘടിപ്പിക്കുന്നു. ഇതിഹാസ പിന്നണി ഗായകൻ മുഹമ്മദ് റാഫിയുടെ കാലാതീതമായ ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള പരിപാടി ഈ മാസം 21 വൈകുന്നേരം 7 മണിക്ക് നടക്കും. അൽവക്രയിലെ DPS സ്കൂളിലാണ് പരിപാടി. മുഹമ്മദ് റാഫിയുടെ മകനും റാഫി ഫൗണ്ടേഷൻ ചെയർമാനുമായ ഷാഹിദ് റാഫി പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. റാഫിയുടെ നിത്യഹരിത ഗാനങ്ങൾ മുഹമ്മദ് തൊയ്യബ്, പ്രശസ്ത പിന്നണി ഗായിക സുമി അരവിന്ദ് എന്നിവർ ചേർന്ന് ആലപിക്കും. ഇന്ത്യ, ബംഗ്ലാദേശ്, ദക്ഷിണാഫ്രിക്ക എന്നിവിടെ നിന്നുള്ള അംബാസഡർമാർ ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുക്കും. പ്രവേശനം സൗജന്യമാണ്. സൗദി ദമാമിലുള്ള പഠന നിവാസികളുടെ കൂട്ടായ്മയായ സൗദി പഠന കൂട്ടായ്മ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 22-ന് റാക്ക ഇസാൻ കബാനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ സൗദി കിഴക്കൻ പ്രവിശ്യയിലെ 16ഓളം ടീമുകൾ മാറ്റുരയ്ക്കും. ലോകം മുഴുവനും വിറങ്ങലിച്ചു നിന്ന കോവിഡ് കാലത്താണ് സൗദിയിലെ ദമാമിൽ കാസർഗോഡ് ജില്ലയിലെ പടന്ന പഞ്ചായത്ത് നിവാസികളുടെ സൗദി പഠന കൂട്ടായ്മ പിറവിയെടുക്കുന്നത്. നാട്ടുകാർക്ക് ആവശ്യമായ ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള എല്ലാറ്റിനും ഒരു കൈത്താങ്ങാവുക എന്നതാണ് ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ പഠന കൂട്ടായ്മ പ്രവർത്തകർ കാണുന്നതും ആഗ്രഹിക്കുന്നതുമെല്ലാം. എന്നാൽ ഇതോടൊപ്പം തന്നെ കായിക മേഖലയിലും തങ്ങളുടേതായ കയ്യൊപ്പുകൾ ചാർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിന് കൂടി ഇവർ ഒരുങ്ങുന്നത്. നവംബർ 22 വെള്ളിയാഴ്ച റാക്ക ഇസാൻ കബാനി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ടൂർണമെന്റിൽ സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖരായ 16ഓളം ടീമുകൾ തമ്മിൽ മാറ്റുരയ്ക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതാദ്യമായാണ് ഇത്തരമൊരു ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെങ്കിലും മികച്ച സഹകരണമാണ് കായിക മേഖലയിൽ നിന്നും പൊതുസമൂഹത്തിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇവർ പറഞ്ഞു. ക്രിക്കറ്റ് ടൂർണമെന്റിൽ 1ഉം 2ഉം സ്ഥാനത്തെത്തുന്നവർക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും സമ്മാനിക്കുമെന്ന് കൂട്ടായ്മ ഭാരവാഹികളായ ഫൈസൽ VK, അബ്ദുൽ ഫത്താഹ്, ഹനീഫ സുലൈമാൻ പടന്ന,
അമീർ പടന്ന, അറഫാത്ത്, അഷ്റഫ് VK എന്നിവർ അറിയിച്ചു. സുബൈറുദ്ദീനൂർ, 24 ദമാം. കെനിയൻ മലയാളികളുടെ സാംസ്കാരിക കൂട്ടായ്മ കലാക്ഷേത്ര കെനിയ പഞ്ചാരി മേളം അരങ്ങേറ്റം സംഘടിപ്പിച്ചു. ഇതാദ്യമായാണ് കിഴക്കൻ ആഫ്രിക്കയിൽ പരിശീലനം നേടിയ മലയാളികളുടെ പഞ്ചാരി മേളം അരങ്ങേറുന്നത്. കലാമണ്ഡലം അഖിൽ മാരാറാണ് 13 മലയാളികൾക്ക് 1 വർഷം നീണ്ട പരിശീലനം നൽകിയത്. കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായ പഞ്ചാരിമേളം കിഴക്കൻ ആഫ്രിക്കയിൽ ആദ്യമായി കെനിയയിൽ അരങ്ങേറുകയാണ്. കെനിയൻ മലയാളികളായ 13 വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റമാണ് ഇന്നിവിടെ നടന്നത്. ഗുരു കലാമണ്ഡലം അഖിൽ മാരാർ എന്ന കലാപ്രതിഭയുടെ ശിക്ഷണത്തിലാണ് ഈ വിദ്യാർത്ഥികളുടെ പ്രയാണം ആരംഭിച്ചത്. പരിപാടിയുടെ തുടക്കത്തിൽ വിദ്യാർത്ഥികളുടെ ഭാര്യമാർ നിലവിളക്ക് തെളിയിച്ച് ചടങ്ങിന് തുടക്കമിട്ടു. ഈ നിമിഷം ആഘോഷമാക്കാൻ നൂറുകണക്കിന് മലയാളികളാണ് ഇവിടെ ഒത്തുചേർന്നത്. കലാക്ഷേത്ര കെനിയ ചെയർമാൻ ബാലു വി ഗോപിനാഥും അയ്യപ്പസേവ സമാജ് ചെയർമാൻ രാജേന്ദ്ര പ്രസാദും ഗുരുവായ കലാമണ്ഡലം അഖിൽ മാരാറും ചില വിദ്യാർത്ഥികളും 24നോട് അവരുടെ അനുഭവങ്ങൾ പങ്കിട്ടു. 1 വർഷം കൊണ്ട് ആശാന്റെ കഠിനമായ ശിക്ഷണത്തിൽ ഞങ്ങൾക്കത് പഠിക്കാനും അത് ഇന്നിപ്പോൾ അരങ്ങേറാനുള്ള ഭാഗ്യമുണ്ടായിരിക്കുകയാണ്. അവിടെ ചെയ്യണ അതേപോലെ തന്നെ നമ്മളെ നാട്ടിലെങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവരെയും നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇന്നലെ നമ്മളൊരു പുതിയ ബാച്ചും കൂടി ഇവിടെ സ്റ്റാർട്ടായി. നല്ല രീതിയിൽ തന്നെ ഈ അരങ്ങേറ്റം ഭംഗിയായിട്ട് തന്നെ കഴിയും. കെനിയയിലെ ഒരു കൂട്ടം അനുഗ്രഹീത കലാകാരന്മാർ, ഇവർ നമുക്ക് എല്ലാത്തിനും വേണ്ടപ്പെട്ടാണ്. എല്ലാ ഉത്സവത്തിനും എല്ലാത്തിനും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഇങ്ങനെ ഒരു കഠിന പ്രയത്നം ചെയ്ത് ഇങ്ങനെ ഒരു വലിയ സംഭവം നടത്തുന്നത് വളരെ ഗംഭീരമാക്കാനുള്ള എല്ലാ സഹായ സപ്പോർട്ടും നമ്മൾ നൽകുന്നുണ്ട്. താങ്ക് യു. ഇവിടെ തിരക്കുള്ള ജോലികളാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾക്ക് ഈ സമയം കണ്ടെത്താനും ഇത് കൊണ്ടുപോകാനും പറ്റിയത്. അത് എങ്ങനെ സാധിച്ചു? തീർച്ചയായിട്ടും നമ്മളെല്ലാവരും 12 മണിക്കൂറോളൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, കുടുംബമായിട്ട് താമസിക്കുന്നവരാണ്. അപ്പോൾ അതിനിടയിൽ സമയം കണ്ടെത്തിയത് ഇതിനോടുള്ള ഒരു അടങ്ങാത്ത അഭിനിവേശമാണ്. ഞങ്ങളിവിടെ കെനിയയിൽ ഒരുമിച്ചാണ്, ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാ പരിപാടികൾക്കും, പള്ളിയിലായാലും അമ്പലത്തിലായാലും എല്ലാ പരിപാടികൾക്കും ഒരുപോലെ പങ്കെടുത്ത് ാണ് ഇവിടെ ഒരു ഐക്യത്തോടെയാണ് പോകുന്നത്. ആഫ്രിക്കയിലെ കെനിയയിലും നമ്മുടെ സംസ്കാരത്തിന്റെ താളം ഉച്ചത്തിൽ കേൾക്കുന്നു എന്നത് നമ്മുടെ ഐക്യത്തിന്റെയും മഹിമയുടെയും സാക്ഷ്യമാണ്. ഷെറി, 24 കെനിയ. സംഗീത ലോകത്തെ ഓസ്കർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗ്രാമി പുരസ്കാരത്തിനറുകെ ഖത്തറിലെ തൃശൂർ സ്വദേശിനിയായ ഗായത്രി മേനോൻ ആൽബം ഓഫ് ദ ഇയർ ബെസ്റ്റ് ഡാൻസ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിലാണ് നാമനിർദ്ദേശം ലഭിച്ചത്. ലോകപ്രശസ്ത സംഗീതജ്ഞൻ സൈദിന്റെ ടെലോസ് ആൽബത്തിലൂടെയാണ് ഗായത്രി മേനോന്റെ അവാർഡ് പ്രതീക്ഷ. 10ഓളം ഗാനങ്ങൾ ഉൾക്കൊള്ളുന്ന ടെലോസിലെ ഔട്ട് ഓഫ് ടൈം, ഡാൻജറിൻ, റൈസ് എന്നീ ഗാനങ്ങളിൽ ഗായത്രി ഉൾപ്പെടെ 5 പേർ ചേർന്നാണ് ചിട്ടപ്പെടുത്തിയത്. തൃശൂർ അടിയാട്ടിൽ കരുണാകര മേനോന്റെയും ബിന്ദു കരുണാകരന്റെ മകളാണ് ഗായത്രി. അമേരിക്കയിലെ ബിർക്ലി കോളേജ് ഓഫ് മ്യൂസിക്കിൽ നിന്ന് ബിരുദം നേടിയിട്ടുണ്ട്. കുവൈറ്റിൽ ലിറ്റിൽ വേൾഡ് എന്ന പേരിൽ 102 ദിവസം നീണ്ടു നിൽക്കുന്ന രാജ്യാന്തര മേളയ്ക്ക് ഈ മാസം 20 തുടക്കമാകും. വിവിധ രാജ്യങ്ങളുടെ പവലിയനുകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ മേളയിലുണ്ടാകും. മിഷറിഫ് എക്സിബിഷൻ സെൻട്രൽ ഏരിയയിലെ ഓപ്പൺ ഏരിയയിലാണ് മേള. വിനോദ കായിക പരിപാടികൾക്കായുള്ള പ്രത്യേക എന്റർടൈൻമെന്റ് ഏരിയയും കുട്ടികൾക്കുള്ള ഫൺ ഫെയർ എന്നിവയ്ക്കുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ സംവിധാനമായ കുവൈറ്റ് ഇന്റർനാഷണൽ ഫെയർ അതോറിറ്റിയാണ് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചൊന്നതാകും ഇന്ത്യൻ പവലിയൻ എന്ന് ജനറൽ മാനേജർ അനിൽ ബേബ് അറിയിച്ചു. ഇനി മറ്റു വാർത്തകളിലേക്ക്. പാലക്കാട് മറ്റന്നാൾ ബൂത്തിൽ കേരളപ്പോര് പവേർഡ് ബൈ കേരള മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോ സ്പോൺസേർഡ് ബൈ ഭീമ ജുവൽസ് 100th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. തിരഞ്ഞെടുപ്പ് ആവേശം വാനോളം ഉയർത്തി പാലക്കാട്ടെ പരസ്യ പ്രചാരണത്തിന് കുട്ടിക്കലാശം. ഇനി നിശബ്ദ പ്രചാരണത്തിന് മണിക്കൂറുകളാണ്. പാലക്കാട് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും. പ്രഖ്യാപനം വന്ന അന്ന് മുതൽ രാഷ്ട്രീയ കേരളത്തെ ഉദ്വേഗത്തിന്റെ മുൾമുനയിലിരുത്തുന്നതായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ഒരു മൾട്ടിസ്റ്റാർ സിനിമയുടെ കഥ പോലെ സർപ്രൈസുകളും ട്വിസ്റ്റുകളും തുടരെ വന്നു. 27 ദിവസത്തെ പ്രചാരണത്തിന്റെ ആവേശം കുട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷം വരെയും പ്രകടമായി. കറകളഞ്ഞ കോൺഗ്രസുകാരനായ സരിനെ കളം മാറ്റി സ്ഥാനാർത്ഥിയാക്കി ഇടതുപക്ഷം ആദ്യ സർപ്രൈസ് ഒരുക്കി.
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ സ്ഥാനാർത്ഥിയാക്കിയ UDFിന് വെല്ലുവിളിയായി കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ വിള്ളലുണ്ടാക്കി എതിരാളിയെ പ്രഖ്യാപിച്ചത് മുതൽക്കൂട്ടാകുമെന്നാണ് LDFിന്റെ പ്രതീക്ഷ. മന്ത്രി MP രാജേഷും CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവുമാണ് പീസറിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. കോൺഗ്രസും BJPയും തമ്മിലാണ് പ്രധാന മത്സരമെന്ന വാദത്തെ തള്ളുന്ന തരത്തിലുള്ള പ്രചരണത്തിനാണ് കലാശക്കൊട്ടിന്റെ അവസാന നിമിഷവും CPIM നേതൃത്വം നൽകിയത്. ഷാഫി പറമ്പിലിന്റെ രാജിക്ക് പിന്നാലെ ഒഴിവു വന്ന സീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തീരുമാനിക്കുമ്പോൾ ഇത്രയും കടുത്ത മത്സരം കോൺഗ്രസ് പോലും പ്രതീക്ഷിച്ചിരുന്നോ എന്ന് സംശയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വം BJP കോൺഗ്രസ് ഡീലാണെന്ന CPIMന്റെ ആരോപണത്തിന് മറുപടി പറഞ്ഞു തുടങ്ങിയ UDFിന്റെ ക്യാമ്പയിൻ പിന്നീട് പിണറായി സർക്കാരിന്റെ ഭരണവീഴ്ചയിലേക്കും വികസന പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോകാനായെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് വേണ്ടി വോട്ട് ചോദിച്ച സന്ദീപ് വാര്യർ കൊട്ടിക്കലാശമാകുമ്പോഴേക്കും UDF ക്യാമ്പിലേക്ക് എത്തി എന്നത് തന്നെയാണ് UDFിന്റെ മറുപടി. ഈ പറയുന്ന പെട്ടിവാദവും ഇരട്ട വോട്ടൊക്കെ ഷാഫി പറമ്പിലിന്റെ ജനപ്രീതിയിലും VD സതീഷിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിയിലും മറികടക്കാൻ കഴിയും എന്നു തന്നെയാണ് UDFിന്റെ കണക്കുകൂട്ടൽ. UDFും LDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അല്പം വൈകിയാണ് BJP തങ്ങളുടെ A ക്ലാസ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ ഇറക്കിയത്. പാലക്കാട്ടുകാർക്ക് പരിചിതനായ C കൃഷ്ണകുമാറിനെ പ്രഖ്യാപിച്ചതിലൂടെ പ്രചാരണത്തിൽ മറ്റു മുന്നണികൾക്കൊപ്പമെത്താൻ BJPക്കായി. കപ്പിനുമിടയിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മണ്ഡലം പിടിക്കാൻ BJPക്കൊപ്പം RSS കൂടി വീട് വീടാന്തരം കയറിയിറങ്ങിയത് ഗുണം ചെയ്യുമെന്ന് BJPക്ക് അറിയാം. ഒപ്പം പാർട്ടിയുടെ മുഖമായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയത് ഉറച്ച പാർട്ടി വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തില്ലെന്നും BJP കണക്കുകൂട്ടുന്നു. ഉപതെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും നിയമസഭയിൽ താമര വിരിയിക്കാനാകുമെന്ന ആത്മവിശ്വാസം ഉറപ്പിക്കുന്നതായിരുന്നു BJPയുടെ ഈ കൊട്ടിക്കലാശം. 27 ദിവസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശകരമായ അവസാനം. ജനം വിധിയെഴുതുന്നതിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇനി പ്രചാരണം കാതോട് കാതോരം. ടീം 24 പാലക്കാട്. പാലക്കാട്ടെ വിവാദ വോട്ടുകൾ പോൾ ചെയ്യാൻ അനുവദിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര S. പോൾ ചെയ്യുന്ന വിവാദ വോട്ടുകളെല്ലാം AST വിഭാഗത്തിൽപ്പെടുത്തി പ്രത്യേകം മാറ്റിവെക്കും. തുടർ നടപടികൾ വോട്ടെടുപ്പിന് ശേഷമെന്നും കളക്ടർ ഡോക്ടർ ചിത്ര S അറിയിച്ചു. ചില പരാതികൾ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൊക്കെ കൃത്യമായിട്ടൊരു പരിശോധന നടന്നിട്ടുണ്ട്. നമ്മളതൊരു പ്രത്യേക ലിസ്റ്റായിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേക ലിസ്റ്റായിട്ടാണ് അത് മാറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ വോട്ട് ചെയ്യാൻ എത്തിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു നടപടിക്രമമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ നടപടിക്രമമുണ്ട്. അതനുസരിച്ച് മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിൽ വീഴ്ച കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണവും നടപടിയും ഉണ്ടാവും. സന്ദീപ് വാര്യരുടെ പാർട്ടി പ്രവേശനത്തിൽ അതൃപ്തി പരസ്യമാക്കിയ K മുരളീധരനും സന്ദീപ് വാര്യരും ഒരേ വേദിയിൽ. പാലക്കാട് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ വേദിയിലാണ് ഇരുവരും ഒരുമിച്ചെത്തിയത്. K മുരളീധരൻ ഷാൾ അണിയിച്ച് സന്ദീപ് വാര്യരെ സ്വീകരിച്ചു. K മുരളീധരന്റെ അതൃപ്തി ചർച്ചയാക്കാൻ കാത്തിരുന്നവർക്ക് നിരാശ. ശ്രീകൃഷ്ണപുരത്തെ കോൺഗ്രസ് ഭരണസമിതി ബാങ്കിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനത്തിനാണ് K മുരളീധരനും സന്ദീപ് വാര്യരും ഒരേ വേദിയിലെത്തിയത്. തെല്ലും അമർഷമോ അതൃപ്തിയോ കാണിക്കാതെയാണ് മുരളി സന്ദീപിനെ സ്വീകരിച്ചത്. ഇരുവരും വേദിയിലിരുന്നതും ഒരുമിച്ച്. പരസ്പരം വാനോളം പുകഴ്ത്തിയായിരുന്നു ഇരുവരുടെയും പ്രസംഗം. സന്ദീപിന്റെ പാർട്ടി പ്രവേശനം അറിഞ്ഞത് ചാനൽ വാർത്തകളിലൂടെയെന്ന് K മുരളീധരൻ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തായാലും മുരളീധരന്റെ അതൃപ്തി നീങ്ങിയെന്ന സൂചന നൽകുന്നതായി നേതാക്കളുടെ വേദി പങ്കിടൽ. 24 പാലക്കാട്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ ന്യായീകരിച്ച് CPIM. മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ വിമർശന വിധേയമാക്കേണ്ടതില്ലെന്ന് MV ഗോവിന്ദൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും K സുരേന്ദ്രന്റെയും ശബ്ദം ഒരുപോലെയാണെന്ന് VD സതീശൻ. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ തെറ്റില്ലെന്നാണ് CPIM നിലപാട്. മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ വിമർശന വിധേയമാക്കേണ്ടതില്ലെന്ന് MV ഗോവിന്ദൻ. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ മതപരമായ വികാരം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള വർഗീയ അജണ്ട ചില ആളുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. വിമർശിച്ചത് മതത്തെയോ മതനേതാവിനെയോ അല്ല, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനെയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നവരും അതിന് നേതൃത്വത്തിലുള്ളവരും ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന കാലത്തോളം വിമർശിക്കപ്പെടും. അത് സ്വാഭാവികമല്ലേ? അതിനെ അസഹിഷ്ണുതയോടുകൂടി
കാണാൻ പ്രേരിപ്പിക്കുന്ന നില രാഷ്ട്രീയത്തിൽ മതം കലർത്തലാണ്. വിമർശനങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മുസ്ലിം ലീഗ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് തറവാട്ടിലിരിക്കണമെന്നായിരുന്നു മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. മറ്റെല്ലാ പാർട്ടികളുടെയും നേതാക്കളെ വിമർശിക്കാമെങ്കിൽ പാണക്കാട് തങ്ങളെയും വിമർശിക്കാം. പാണക്കാട് തങ്ങൾക്ക് വിമർശനം സഹിക്കാൻ പറ്റില്ലെങ്കിൽ ലീഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് തറവാട്ടിലിരുന്നാൽ, ആത്മീയാചാര്യൻ മാത്രമായിട്ടിരുന്നാൽ ആരും വിമർശിക്കില്ല. പാണക്കാട് തങ്ങളെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനെന്ന് VD സതീശന്റെ മറുപടി. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ ആദ്യം PR ഏജൻസി വഴി കേരളത്തെക്കുറിച്ചുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയ ഒരു ന്യൂസ് ലെറ്റർ നൽകിയത്. അതിന്റെ തുടർച്ചയാണ് ഇന്നലെ പാലക്കാട് വന്ന് തങ്ങൾക്കെതിരായി നടത്തിയ അധിക്ഷേപകരമായ പരാമർശം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാത്രമാണോ കേരളത്തിലെ ആത്മീയാചാര്യനെന്നായിരുന്നു K. സുരേന്ദ്രന്റെ ചോദ്യം. മതസാമുദായിക നേതാക്കളെ കാണുന്നതാണ് പ്രശ്നമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നേതാക്കളൊന്നും മറ്റ് മതസാമുദായിക നേതാക്കളെ ഒന്നും പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? 24 പാലക്കാട്. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിൽ നിലപാട് കടുപ്പിച്ച് മുസ്ലിം ലീഗ്. മുഖ്യമന്ത്രിയുടെ വിമർശനം സംഘപരിവാർ ബാന്ധവത്തിന്റെ അനുരണനം എന്ന് എഡിറ്റോറിയൽ ചന്ദ്രിക ദിനപത്രം കുറ്റപ്പെടുത്തി. ലീഗിന് വർഗീയ അജണ്ടകൾ ഇല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശത്തെയാണ് ലീഗ് മുഖപത്രമായ ചന്ദ്രിക കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. പാണക്കാട് തങ്ങളെ പിണറായി അളക്കണ്ട എന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ. മുഖ്യമന്ത്രിയുടെ അസ്വസ്ഥതയ്ക്ക് കാരണം സംഘപരിവാർ ബാന്ധവത്തിന്റെ അനുരണനം എന്ന് എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു. സാദിഖ് അലി തങ്ങളെ വിമർശിച്ച് മുഖ്യമന്ത്രി സംഘപരിവാറിന് കൈത്താങ് നൽകുകയാണെന്നും വിമർശിക്കുന്നു. ലീഗിന് വർഗീയ മുഖം നൽകാൻ ശ്രമിക്കുന്നവർ മോശക്കാരാകുമെന്ന് ഓർമ്മപ്പെടുത്തിയായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. കമ്മ്യൂണൽ ഡിവൈഡും വർഗീയതയും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നേ ഇല്ല. അങ്ങനെ ഞങ്ങളെപ്പറ്റി പറയാൻ നോക്കിയിട്ട് കാര്യമില്ല, പറഞ്ഞോലും മോശമാവുള്ളൂ. പാണക്കാട് തങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് KM ഷാജി. ഞങ്ങളൊക്കെ വെറുതെ കുത്തിരിക്കുകയാണെന്നുള്ള ഒരു വിചാരം ഒരുത്തനും വേണ്ട. സമയം വരുമ്പോ അതെല്ലാരോടോ പറയണത്, എല്ലാവരോടാണ്, മുഖ്യമന്ത്രിയോട് മാത്രമല്ല. മനസ്സിലായിട്ടല്ലോ നിങ്ങൾക്ക്? സന്ദീപ് വാര്യർ പാണക്കാട് എത്തിയതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗിനെയും പാണക്കാട് സാദിഖ് അലി തങ്ങളെയും കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത്. 24 കോഴിക്കോട്. സംഘർഷം രൂക്ഷമായ മണിപ്പൂരിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ സന്ദർശനം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. മണിപ്പൂരിൽ 50 കമ്പനി കേന്ദ്ര സേനയെ കൂടി വിന്യസിക്കും. മണിപ്പൂരിൽ നിന്ന് വിനീത വിജിയും ജിജീന്ദ്രനും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മണിപ്പൂർ മുഖ്യമന്ത്രി N. ബിരേൻ സിംഗിന്റെ വസതിക്ക് സമീപമാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇംഫാലിലാണ്. ഇവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത NDA ഘടകകക്ഷികളുടെ യോഗം ഇന്ന് ഈ വസതിയിലാണ് ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയ നടപടിക്രമങ്ങളെല്ലാം ആ യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഘടകകക്ഷികൾക്കുള്ളിൽ നിന്ന് പോലും വലിയ വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. N. ബിരേൻ സിംഗ് രാജിവെക്കണം അടക്കമുള്ള ചില സമ്മർദ്ദം നേതാക്കളടക്കം ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള അത്തരം ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വസതിയിൽ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധമൊക്കെയായ ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്ന പോലെ തന്നെ സുരക്ഷാ സേന ഇവിടെയുണ്ട്. എല്ലാ വാഹനങ്ങളും ഈ ഭാഗങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് NPP സർക്കാരിനുള്ള പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. ഒപ്പം തന്നെ രൂക്ഷ വിമർശനങ്ങൾ അവർ തന്നെ ഉന്നയിച്ചിട്ടുമുണ്ടായിരുന്നു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഈ ഘട്ടത്തിൽ കൂടി തന്നെയാണ് ഇന്ന് പ്രത്യേക യോഗങ്ങളൊക്കെ തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം ഇന്ന് ഇംഫാലിലും സമാന രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. നാളെയും ഇവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കുക, ഒപ്പം തന്നെ ഈ അക്രമങ്ങൾ തടയുന്നതിന് കൂടുതൽ സുരക്ഷാ സേനയെ ഉൾപ്പെടെ ഇംഫാലിലേക്ക് അടക്കം എത്തിക്കുക തുടങ്ങിയ നടപടിക്രമങ്ങളൊക്കെയാണ് ഇപ്പോഴിവിടെ പുരോഗമിക്കുന്നത്. ഇംഫാലിലെ മുഖ്യമന്ത്രി N. ബിരേൻ സിംഗിന്റെ വസതിക്ക് സമീപം നിന്ന് ക്യാമറാമാൻ ജിജേന്ദ്രനൊപ്പം വിനീത VG 24. മുനമ്പം ഭൂമി പ്രശ്ന പരിഹാരത്തിൽ നിർണായക ഇടപെടലുമായി മുസ്ലിം ലീഗ്. ലത്തീൻ ബിഷപ്പുമാരുമായി ലീഗ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി എന്നിവരാണ് മെത്രാൻ സമിതിയുമായി ചർച്ച നടത്തിയത്. വരാപ്പുഴ അതിരൂപത ബിഷപ്പ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. മുനമ്പം വിഷയം പരിഹരിക്കാൻ മുൻകൈയെടുക്കുമെന്ന് മുസ്ലിം ലീഗിന്റെ ഉറപ്പ്. ഗവൺമെന്റ് കാലതാമസം കൂടാതെ തന്നെ എല്ലാ കക്ഷികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു സമ്പൂർണമായ ഒരു ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ അഭിമന്യ പിതാക്കന്മാരുമായിട്ടുള്ള ആ ഒരു
കൂടിയാലോചനയിൽ ഞങ്ങൾക്ക് യോജിച്ച തീരുമാനത്തിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ വേഗം പരിഹരിക്കാൻ കഴിയും. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ആ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു യോഗം വിളിക്കണം എന്ന് പറയുന്നത്. പ്രശ്നപരിഹാരത്തിനായി മുസ്ലിം ലീഗ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെന്ന് കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ. സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും മുൻപം പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ സോളിഡാരിറ്റി ഞങ്ങളോട്, പ്രത്യേകിച്ച് മുൻപം വാസികളോട് പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പം അത് സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവർക്ക് രണ്ടുപേർക്കുള്ള വിശ്വാസം. ലീഗിന്റെ ഇടപെടലിനെ ഭൂസംരക്ഷണ സമിതിയും സ്വാഗതം ചെയ്തു. തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. അവരാ മുസ്ലിം സംഘടനകളെല്ലാം പറയുന്നു ശാശ്വതമായ ഒരു പരിഹാരം ഇവിടുത്തെ വിഷയത്തിൽ 610 കുടുംബങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. അത് ആ ഒരു നിലപാടിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപുള്ള കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ്. 24 കൊച്ചി. ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.